പൈത്തണിൽ സിസ്റ്റം കോൺഫിഗറേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് YAML ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ YAML ഫയൽ ഫോർമാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ഫയൽ എക്സ്റ്റൻഷൻ വരുന്നത് .yaml എന്ന് പറയുന്ന രീതിയിലായിരിക്കും, YAML എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കോൺഫിഗറേഷൻ ഇൻഫർമേഷൻ, കോൺസ്റ്റൻറ്റ് വാല്യൂസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കോഡിൽ ഡയറക്റ്റായിട്ട് ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാതെ അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം ഒരു കോമൺ ആയിട്ടൊരു ഫയലിൽ കീപ്പ് ചെയ്യുകയും ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്ന രീതിയിൽ എവിടെയൊക്കെയാണോ കോഡിൽ ആവശ്യമുള്ളത് അതാത് സ്ഥലങ്ങളിലോട്ട് അതിനെ റീഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ലേണിംഗ് റേറ്റിൽ നമ്മുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിൽ പല ലേണിംഗ് റേറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ കോഡിൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം പല സ്ഥലത്ത് കോഡിൽ പല ഫയൽസിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ലേണിംഗ് റേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ പ്ലേസിലും എല്ലാ ഫയലുകളിലും ഏതൊക്കെ ലൈൻസിൽ ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നുണ്ടോ അവിടെ എല്ലാം പോയി ഈ വാല്യൂ തിരുത്തേണ്ടതായിട്ട് ആവശ്യം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, ഈ പറയുന്ന കോൺഫിഗറേഷൻ ഫയലിൽ ഈ പാരാമീറ്റർ സെറ്റ് ചെയ്യുകയും ഈ കോൺഫിഗറേഷൻ ഫയലിൽ നിന്ന് എവിടെയൊക്കെയാണോ ഈ വാല്യൂ പോകേണ്ടത് ആ സ്ഥലങ്ങളിലോട്ട് അതിനെ റീഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. ഇത് ലേണിംഗ് റേറ്റിന് മാത്രമല്ല, ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ കോഡിൽ വരുന്ന പാരാമീറ്റേഴ്സ് എല്ലാം കോമൺ ആയിട്ട് കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ PyYAML എന്ന് പറയുന്ന ലൈബ്രറിയിൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. YAML ഫയൽസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നൊരു ലൈബ്രറിയാണ് PyYAML എന്ന് പറഞ്ഞിട്ട്. അത് ബേസ് പൈത്തണിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ലൈബ്രറി അല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം ലോക്കൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ pip install PyYAML വിളിച്ച് അതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് YAML ഫയലിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഇതിപ്പോൾ ഒരു സാമ്പിൾ YAML ഫയലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയും കീ വാല്യൂ പേയേഴ്സ് ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ കോമ ഇല്ല, ഒരു ലൈനും നെക്സ്റ്റ് ലൈനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ഒരു കീ വാല്യൂ കോളൻ പെയർ വാല്യൂ എന്നുള്ള രീതിയിലാണ്. അഗെയിൻ കീ വാല്യൂയും പെയർ വാല്യൂയും ടെക്സ്റ്റ് ആവാം, സ്ട്രിങ് ആവാം, ഡയറക്റ്റ് ഇൻറ്റിജർ ഫ്ലോട്ട് വാല്യൂസ് ആവാം, ഏത് രീതിയിലും വരാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ ഡേറ്റ സൂക്ഷിക്കാനുള്ള ഡയറക്ടറി പാത്ത്, അതുപോലെ ലോഗ്സ് സൂക്ഷിക്കാനുള്ള ഡയറക്ടറി പാത്ത്, ലോഗ് ഫയലിൻ്റെ പേരെന്തായിരിക്കണം, സാമ്പിളിംഗ് റേറ്റ് എന്തായിരിക്കണം, ത്രെഷോൾഡ് എന്തായിരിക്കണം, ഇങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കറൻറ്റ് പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് പിന്നീട് ഒരിക്കലും എനിക്ക് ഫയലിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റയുടെ പാത്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫയലിൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. എൻ്റെ കോഡിൽ എനിക്കത് പോയി എല്ലായിടത്തും ഹാർഡ് കോഡ് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇങ്ങനെയൊരു ഫയലുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഇത് പൈത്തണിൽ റീഡ് ചെയ്യാം, എങ്ങനെ ഈ ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ എക്സാമ്പിളിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ട് YAML വിളിച്ച് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ യൂഷ്വൽ ഫയൽ ഹാൻഡ്ലിംഗ് എങ്ങനെയാണോ ചെയ്തത്, വിത്ത് ഓപ്പൺ കമാൻഡ് വെച്ചിട്ട് എങ്ങനെയാണോ ഒരു നോർമൽ ടെക്സ്റ്റ് ഫയൽ ലോഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇവിടെ YAML.SafeLoad എന്ന് പറഞ്ഞിട്ടാണ് ആ ഫയൽ ഹാൻഡ്ലർ നെയിം ഞാൻ കൊടുക്കുന്നത്. അതിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫയൽ വിത്ത് കമാൻഡിന് പുറത്ത് വരുന്ന സമയത്ത് ഈ ഫയൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുകയും അതുപോലെ കോൺഫിഗ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് നമ്മുടെ ഇൻഫർമേഷൻ, അതായത് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ പാരാമീറ്റേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഡെമോ ചെയ്യാനായിട്ട് ഞാൻ ആ ഫയൽ ഇവിടെ എൻ്റെ ലോക്കൽ വർക്ക് സ്പേസിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ആ ഫയൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനത് വിത്ത് ഓപ്പൺ config.yaml ആസ് ഒരു ഫയൽ ഹാൻഡ്ലർ നെയിം ഞാനിവിടെ ഫയലിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം YAML.SafeLoad എന്താണോ എൻ്റെ ഫയൽ ഹാൻഡ്ലർ അതാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഫയലിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് തന്നെ ഇവിടെയും കൊടുക്കുന്നു. അതിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ കോൺഫിഗ് എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വാല്യൂസും കാണാൻ പറ്റേണ്ടതാണ്, കീ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെയർ വാല്യൂസും. നോക്കിയാൽ അറിയാം, അതൊരു ഡിക്ഷണറി ആയിട്ടാണ് തിരിച്ചു തരുന്നത്. ഇനി അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു പാരാമീറ്റർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കീ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലെ കീ വാല്യൂ വെച്ച് പെയർ വാല്യൂ ആക്സസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാം. ഞാനിവിടെ ത്രെഷോൾഡ് കൊടുക്കുമ്പോൾ
സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അത് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ കീ വാല്യൂ പെയർ വാല്യൂസ് ആസ് എ ഡിക്ഷണറി എനിക്ക് കിട്ടുന്നുണ്ട്. ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ വൺസ് ഡിക്ഷണറി ആയിട്ട് നമുക്ക് ആ കീ വാല്യൂസും പെയർ വാല്യൂസും ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അഗെയിൻ അതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെയർ വാല്യൂ കൊറസ്പോണ്ടിങ് ടു ആ കീ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ ഇൻഡെക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മൾ ഇൻഡെക്സ് ചെയ്തായിരിക്കും നമ്മുടെ ഇൻഡിവിജ്വൽ ഫയൽസിലോട്ട്, നമ്മുടെ കോഡ് ഫയൽസിലോട്ട്, ഡിഫറെൻറ്റ് ഹൈറാർക്കിയിൽ വരുന്ന ഡിഫറെൻറ്റ് സബ് ഫയൽസിലോട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പാരാമീറ്റർ നമ്മൾ ലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇപ്പം ത്രഷോൾഡ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ഇതുപോലെ കോൺഫിഗ് ലോഡ് ചെയ്തിട്ട് കോൺഫിഗ് ഓഫ് ത്രഷോൾഡ് എന്ന് പറഞ്ഞായിരിക്കും നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് എനിക്ക് നാളെ ഈ ത്രഷോൾഡ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ത്രഷോൾഡിലിട്ട് എനിക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കോൺഫിഗ് ഫയലിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാകും. ഇനി 10 സ്ഥലത്ത് ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 ഇടത്തും ഈ വാല്യൂ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കൊള്ളും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ 10 ഫയൽസിലും ഡിഫറെൻറ്റ് ഫയൽസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി ഈ പറയുന്ന ത്രഷോൾഡ് വാല്യൂ 0.9 to 0.8 ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോൺഫിഗറേഷൻ സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കോൺഫിഗറേഷൻ സെറ്റിങ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റാണ് PyYAML എന്ന് പറയുന്ന ലൈബ്രറി. അപ്പോൾ ഇനി മുതലുള്ള പ്രൊജക്റ്റുകളിൽ നിങ്ങളുടെ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് കൊണ്ടുവരിക. ഇതൊരു അബ്സല്യൂട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ഇൻഡസ്ട്രി ഗ്രേഡ് പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യുമ്പോൾ, ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുമ്പോൾ ഈ രീതിയിൽ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്ത് റീഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക.